പശ്ചിമബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലേക്ക്. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രേക്ഷകർ കാണുന്നത് പരേഡ് ഗ്രൗണ്ടിൽ നിന്നുള്ള, കൊൽക്കത്തയിലെ പരേഡ് ഗ്രൗണ്ടിൽ നിന്നുള്ള, ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്. അവിടെ BJP പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ ആവേശത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നു. കൂടെ സുവേന്ദു അധികാരിയെയും കാണാം. ബംഗാളിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് വിരാമമിട്ടുകൊണ്ടാണ് BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. BJPയുടെ മുൻ രൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയുടെ നാടാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തുക, ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണിൽ അധികാരത്തിലെത്തുക എന്നത് BJPയെ സംബന്ധിച്ച്, BJP നേതാക്കളെ സംബന്ധിച്ച് കാലത്തെയും വലിയ മോഹമായിരുന്നു. പക്ഷേ ആ മോഹം നടപ്പിലായത് ഇപ്പോൾ 2026-ലാണ്. 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് വിരാമം കുറിക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരിയെ മുന്നിൽ നിർത്തി BJP നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഫലം കണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് കുടുംബത്തിലാണ് സുവേന്ദു അധികാരി ജനിച്ചത്. സുവേന്ദു അധികാരിയുടെ പിതാവ് ശിശിർ അധികാരി മൻമോഹൻ സിംഗ് സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു. ആദ്യം കോൺഗ്രസിലൂടെയാണ് ശിശിർ അധികാരിയും സുവേന്ദു അധികാരിയും രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. കോൺഗ്രസിൽ നിന്ന് മമതാ ബാനർജി മാറി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ശിശിർ അധികാരിയും സുവേന്ദു അധികാരിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും ചെയ്തു. നന്ദിഗ്രാം പ്രക്ഷോഭ സമരകാലത്ത് നന്ദിഗ്രാമിൽ അവിടെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഏറ്റവും പ്രധാനി സുവേന്ദു അധികാരിയും അതോടൊപ്പം തന്നെ പിതാവ് ശിശിർ അധികാരിയുമൊക്കെയായിരുന്നു. നന്ദിഗ്രാം ഉൾപ്പെടുന്ന തംലൂക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നന്ദിഗ്രാം സമരകാലത്ത് തംലൂക്ക് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന ലക്ഷ്മൺ സേത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് CPIM നേതാവായിരുന്ന ലക്ഷ്മൺ സേത്തിനെ പരാജയപ്പെടുത്തി സുവേന്ദു അധികാരി ലോക്സഭാംഗമാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 2016 മുതൽ 2020 വരെ മമതാ ബാനർജി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു സുവേന്ദു അധികാരി. പിന്നീടാണ് സുവേന്ദു അധികാരി BJPയിലേക്ക് മാറുന്നത്. ശാരദാ ചിറ്റ് ഫണ്ട് കേസിൽ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ്, കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സുവേന്ദു അധികാരി BJPയിലേക്ക് മാറിയത് എന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായി തന്നെ ഉയർന്നിരുന്നു. പിന്നീട് സുവേന്ദു അധികാരി BJPയുടെ പ്രധാന മുഖങ്ങളിലൊന്നായി മാറുന്നു. ഇപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. পুষ্পাঞ্জলি कर रहे हैं এবং সেই সঙ্গে আছেন CM ডেজিগনেট শ্রী শুভেন্দু অধিকারী। আজকে মঞ্চে উপস্থিত আছেন মাননীয় রাজ্যপাল শ্রী RN রবি। এদের সকলের উপস্থিতিতেই পুষ্পার্ঘ্য প্রদান করা হলো। जोरदार कट्टल ध्वनि के साथ स्वागत कीजिए माननीय प्रधानमंत्री, परम आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी का। माननीय राज्यपाल उपस्थित आছেন श्री RN रवि, उपस्थित आছেন माननीय CM डेजिग्नेट श्री शुभेंदु अधिकारी। प्रधानमंत्री नरेंद्र मोदी പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പുതിയ നിയുക്ത മുഖ്യമന്ത്രി സുവേന്ദു അധികാരി শিলিগুড়ি নিবাসী শ্রী মাখনলাল সরকার সবরীর প্রতীক্ষার মতো দীর্ঘ প্রতীক্ষা ভারত কেশরী ডক্টর শ্যামাপ্রসাদ মুখার্জি, যিনি ভারতের সংবিধান এবং ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.